ഗൈസ് ഒരു മീനടിച്ച് കറക്റ്റ് ക്യാമറ ഓഫ് ആക്കിയ ടൈമിലായിരുന്നു കറക്റ്റ് അടിച്ച്. നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. എത്ര ഉണ്ടോ? ഹേയ് ഗൈസ്, എന്നാണ്ട് സുഖമല്ലേ? നമ്മൾ കുറേ നാളാണ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞങ്ങളിത് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നമുക്ക് ഇന്ന് രാത്രി 12:30 നടക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രതീകമായി നമ്മൾ മെസ്സി അണ്ണൻ്റെ ജേഴ്സി ഞാൻ ഇറങ്ങിയിട്ടുണ്ടോ. മെസ്സി അണ്ണൻ്റെ 10 ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, അർജന്റീന. അപ്പം ഞാൻ എംബാപ്പെ, അതായത് ഫ്രാൻസിൻ്റെ ആളായിരുന്നു. പക്ഷേ നമ്മളത് ഈ പ്രാവശ്യം കളം മാറ്റി ചവിട്ടുവാണ്, മെസ്സിയിലേക്കോട്ട് മാറ്റിയാണ്. വേറെ വഴിയില്ല ഗൈസ്, അതുകൊണ്ടാണ്. എംബാപ്പെ കയറി വരുമെന്ന് വിചാരിച്ചു, പക്ഷേ വന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പം മെസ്സിയിലേക്ക് തന്നെ പിന്നെ കിടന്നിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെസ്സി ഫാൻ തന്നെയായിരുന്നു കേട്ടോ. അവൻ്റെ ജേഴ്സിയാണ്. അപ്പോൾ ഞങ്ങളിത് ചൂണ്ടയിടാൻ വേണ്ടി ചുമ്മാ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഒരു വരാലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരത്തണ്ണനാണ്, ശരത്തപ്പാപ്പിയാണ് ചൂണ്ടയിടുന്നത്. ഇന്റർനാഷണൽ ലെവൽ അപ്പാപ്പിയാണ്. ശരത്തപ്പാപ്പിയാണ് ചൂണ്ടയിടുന്നത്. അപ്പോൾ ഒരു വരാലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ കാണിക്കാം ജസ്റ്റ് കേട്ടോ. അതിന് മുമ്പ് മീനടിക്കുവാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഒരു വൃത്തിയുള്ള വരാലി കേട്ടോ. നമുക്ക് ഇതുവരെ കിട്ടിയത് ഏറ്റവും സുന്ദരക്കുട്ടനായ ഒരു വരാലാണ് ഗൈസ്. ഇത് കണ്ടോ, അവൻ്റെ ദേഹമൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് സോപ്പൊക്കെ തേച്ച് കുളിച്ച് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ അവനോട് പറയായിരുന്നു, എനിക്കിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ കണ്ണ് കണ്ടോ, അവൻ്റെ കണ്ണാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ചെറിയൊരു വരാലാണ് കേട്ടോ. എൻ്റെ കൈയുടെ ഒരു ചെറിയ ഉണ്ടോ, കൈ നോക്കി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വലിയ വരാലൊക്കെ കിട്ടുന്നവർ കാണുമായിരിക്കാം, പക്ഷേ നമുക്ക് ചെറുതാണ് കിട്ടിയത് കേട്ടോ. കുഴപ്പമില്ല, ചെറുതിൽ നിന്നാണ് വലുതിലേക്ക് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെയാണ്. ഇപ്പം ചുമ്മാ ഒരു വീഡിയോ ചെയ്യാന്നുള്ളൊരു മൂഡ് തോന്നി അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മീനടിക്കാൻ നോക്കാം. വെയിറ്റ് ചെയ്യുവാണ് ഗൈസ്, ചെറുതായിട്ട് പുതിയ മീൻ കിട്ടുന്നതിന് വേണ്ടി. നമുക്ക് മാല എറിയുന്നുണ്ട്. എല്ലാം കിട്ടുമായിരിക്കും തോന്നുന്നു. അപ്പോൾ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഗൈസ്. ഞങ്ങളിങ്ങനെ അടുത്ത ഒരു ലൊക്കേഷൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. വലത്താട്ട് നിൽക്കടാ പന്നി. നീ കോട്ടയം മാണിക്കോ? കോട്ടയം ബെല്ലാരി രാജ പുല്ലാടി രാജ. അടുത്ത ഞാൻ വീഡിയോ ക്യാമറ വലിച്ചിട്ട് ഗൈസ് ഒരു മീനടിച്ച് കറക്റ്റ് ക്യാമറ ഓഫ് ആക്കിയ ടൈമിലായിരുന്നു കറക്റ്റ് അടിച്ച്. നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. എത്ര ഉണ്ടോ? ഞാൻ കഴിയും കണ്ടി. അതാണ്ട് ഗൈസ് അത്യാവശ്യം സെറ്റായിട്ട് ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മുമ്പ് കണ്ടതന്നെ കേട്ടോ. വീരനാണ് അവൻ, കൊടും ഭീകരൻ്റെ സെറ്റ്. അടിപൊളി മുട്ടകളാന്ന് തോന്നുന്നത്. അടിപൊളി സാധനം കണ്ടാൽ നമുക്ക് കിട്ടി. കറക്റ്റ് അടിക്കുന്ന മാത്രം കിട്ടിയില്ല. കുഴപ്പമില്ല, ഞാൻ കറക്റ്റ് ക്യാമറ ഓണാക്കാൻ വരുമ്പോൾ കറക്റ്റ് അതുപോലെ എൻ്റെ ഇടയ്ക്ക് എന്താ മെസ്സേജ് വന്നു വാട്സപ്പിൽ. നമ്മൾ കിട്ടിയത് എത്രയാണോ? 1 kg കാണത്തില്ലേ? കാണത്തില്ല. കാര്യമൊക്കെ ഉണ്ടല്ലോ. മുഖക്കുരിയൊക്കെ വന്നു, കുഴിയൊക്കെ ഉണ്ട്. പൊന്നളിയാ, നിന്നെ വളർത്താനല്ല കൊല്ലാനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. നീങ്ങളൊന്ന് പിടയ്ക്കാതെ വറുത്തടിക്കാൻ വേണ്ടി പോവാ. നാക്കടിക്കണോ? വരാലിനത് നാക്ക് ഉണ്ടോ ഗൈസ്? വരാലിന് നാക്ക് ഉണ്ടോ ഗൈസ്? കവറിനകത്ത് കയറത്തില്ല. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ വരാലിനെ നമുക്ക് നമ്മുടെ ഏട്ടായി ശരത്തപ്പാപ്പി ഇന്ന് പിടിച്ചിട്ടുണ്ട് ഗൈസ്. ശരത്തപ്പാപ്പി വരാലിനെ പിടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെയും ഒന്ന് പേടിച്ചോ? പേടിക്കും നിങ്ങൾ കണ്ടോ, ഇതുപോലെ വിരളും. അങ്ങനെ ഗൈസ് നമ്മുടെ 2 മീൻ ഇതിനകത്തുണ്ട്. 2 വരാലെണ്ണന്മാർ. ചേറൂനെ കിട്ടുമോടാ? ചേറൂനെ മോനെ ചക്കരക്കുട്ടാ പോലെ മര്യാദ കിടന്നോ. വേറെ വല്ല ചേറൂനെയും ചേരനെ വല്ലതും കിട്ടുമോ നോക്കാം. ചേരനെ കിട്ടുമോ ചേർത്തെ? ചേരനെണ്ണനെ കിട്ടുമോന്ന് ശരത്തേണ്ണൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാപ്പി പിടിക്കുക പാപ്പി അങ്ങോട്ട്. പാപ്പിയൊക്കെ ചുമ്മാ എന്നാ പാപ്പി ഇത്? അപ്പാപ്പി എണ്ണനൊക്കെ ചുമ്മാ. ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ പോയി. എന്നാ ചേർത്തായിട്ട് നമ്മളൊരു അൾട്രയൊക്കെ എടുക്കുന്നത്. iPhone 70 ഒക്കെ എടുക്കണം നമുക്ക്. EMI ഒക്കെ ഇട്ടോ എടുക്കണേ. നീ പറഞ്ഞാൽ എടുക്കണം. ഞാൻ പൊളി വീഡിയോ ഒക്കെ എടുത്തു ഫോണൊക്കെ എടുത്തിട്ട്. ഡോണ്ടു മക്കളെ ഡോണ്ടു.
ഇവിടെ ഇച്ചിരി തട്ടി ഇട്ടാലോ? ഇച്ചിരി തട്ടി ഇട്ട് അയ്യോ ഇവനെ പയ്യെ നീങ്ങി പോവാണ്. ഡോണ്ടു നോക്കുട്ടാ. പിന്നെ ഞാൻ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ, പേടിക്കണ്ട. സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇവന്മാരെ നമുക്ക് എത്തിക്കണം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഓക്കെ, ഉണ്ടായിരുന്നല്ലേ? അവിടെ അടിക്കുമ്പോൾ ഇത് പോവും ഗൈസ്. വേറെ ഉണ്ട്, നമുക്ക് ഒരെണ്ണം കൂടെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, പണി തുടങ്ങുവാണ്, തുടങ്ങുവാണ്. ആ കാണുന്ന സ്പോട്ടിൽ നിന്നാണ് നമുക്കിപ്പോൾ ഒരെണ്ണം പോയത് കേട്ടോ. ഈ ഒരു സ്പോട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. ലക്കുണ്ടെങ്കിൽ അവനെ നമ്മളെ തേടി അവൻ തിരിച്ചു വരുവാടാ കുട്ട. തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്യാമറ ഓണാക്കി വെച്ചേക്കാണ്. വള്ളത്തിൻ്റെ അപ്പുറമൊക്കെ അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. അവിടെ നിൽക്കുന്ന സ്പോട്ടാണ് കേട്ടോ. പള്ളം തകർത്തോ. മറ്റേ വരാല് ശരിക്കും ക്ഷീണിച്ചു കേട്ടോ. അവൻ്റെ എനർജിയൊക്കെ പോയി. അവൻ ഇത്ര നാളും തിന്ന ഫുഡൊക്കെ ദഹിച്ച് ഒറ്റ ഫ്രോഗ് കഴിച്ചതോടുകൂടി അവൻ്റെ അണ്ടഘടാകമൊക്കെ തകർന്നു ഗൈസ്. ക്യാമറ കിട്ടിക്കണം ഓണം. പറയുമ്പോ കറക്റ്റ് ചെയ്തോണം, അത്രേ ഉള്ളൂ. എന്റെ വണ്ടൊക്കെ നല്ല പൊക്കോണം. അവിടെ ചെല്ലാനോ അവിടെ ഇങ്ങോട്ട് ഓടിച്ചിട്ട് വള്ളത്തെ കയറ്റി തെളിയിപ്പിക്കാൻ വേണ്ടിയാണോന്നൊന്നും അറിയും. ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇപ്പം ലൈറ്റൊക്കെ പോയി. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ ചെറിയ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 വരാൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇടീലിന് വേണ്ടി നമ്മുടെ റിക്ലൈനർ ജിമ്മൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മസിലും പെരുപ്പിച്ച് കൊടവയറും പെരുപ്പിച്ച് ഇതേ വരുന്നുണ്ട്. ഒരു പാഴ് കേസ് കിട്ട് മെസ്സി. ഞാൻ കഴിഞ്ഞ മെസ്സി ഫാനാണ്. സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ബ്രസീലേ? ആര് ബ്രസീല്? ഞെട്ട് വിട്ടുണ്ടോ? നമ്മളൊന്ന് വരാലും കൂട്ടി ഉണ്ടോ? കപ്പയും കൂട്ടി നമ്മൾ അടി 2 നല്ല പെരുത്ത സാധനം ഉണ്ട്. അതിനടുത്ത് കൈ ഇങ്ങനെ മസിലിന്റെ വലിപ്പമുണ്ട്. നീ വെട്ടുമല്ലോ, നീ വെട്ടും ഞാൻ കപ്പ മേടിക്കും. അവിടെ ആയിരിക്കും ഇവിടെ ആരോ നീ എന്നെ വരാൻ വേണ്ട. അവൻ തുടങ്ങിട്ട് പോയി. നമ്മളെ മോനായി ഈ മോന്ത കുരുവാണല്ലോ മൊത്തം. പ്രേമക്കാര് തുമ്പിയ കല്ലെടുത്ത് പോടാ പാഴേ. ഗൈസ്, ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ മെസ്സി അണ്ണനെയാണ്, അർജന്റീനയാണ് ഗൈസ്. അപ്പോൾ ഈ വർഷം നമ്മൾ അർജന്റീന മീൻസ് നമ്മുടെ ടീമിനോട് എപ്പോഴും ആയൊരു ഇഷ്ടമുണ്ട്. എന്നാലും ഈ പ്രാവശ്യത്തെ തുടക്കത്തിലുള്ള കളികളൊക്കെ കണ്ട സമയത്ത് നമ്മൾ ഫ്രാൻസിൻ്റെ ഒരു ഫാനായിപ്പോയി. അത് നമ്മുടെ പിള്ളേരുടെ അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നല്ലോ. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫ്രാൻസിനോട് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്തായാലും ഫൈനലിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവം പാളിപ്പോയി. എന്നാലും
അപ്പോൾ അർജൻറ്റീന വന്നത് എന്തായാലും സന്തോഷം. കഴിഞ്ഞ വർഷം നമ്മൾ അർജൻറ്റീനയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ വർഷം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. സോ പക്ഷേ സ്പെയിൻ അത്ര ചില്ലറക്കാരല്ല, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ആണോ അണ്ണാ? സ്പെയിൻ വേറെ റേഞ്ച് പരിപാടിയേ ചെയ്യത്തുള്ളൂ. അതാണ് നമ്മുടെ പിള്ളേരെ അടിച്ച് കളഞ്ഞ സ്പെയിനാണ്. അതുകൊണ്ട് നമുക്കൊരു ചെറിയ വാശിയുണ്ട്, പറയാൻ പറ്റത്തില്ല. ചിലപ്പം കളി മാറാനും ചാൻസ് ഉണ്ട്, കളിക്ക് തിരിഞ്ഞു വരാനും ചാൻസ് ഉണ്ട്. ലാസ്റ്റത്തെ 80 മിനിറ്റിൽ എന്തും സംഭവിക്കാം. ലാസ്റ്റത്തെ 80 മിനിറ്റ് കഴിഞ്ഞുള്ള സമയം എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞങ്ങളിത് തിരിച്ചിങ്ങനെ ഓരോ സ്പോട്ടിൽ നമ്മൾ ജസ്റ്റ് ഇട്ടിട്ട് പോകണം. ഇവിടെ എല്ലായിടത്തും ഇട്ട് നോക്കുവാണ്, പക്ഷേ എവിടെയെങ്കിലും കിട്ടുമോ, ഒരെണ്ണം കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെ നിന്നാണ് മീൻ കിട്ടുന്നതെന്നും മീൻ അടിക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം വെറുതെ ആയില്ല. 2 ചെറുതാണെങ്കിലും ഒരു വലുതും ഒരു ചെറുതും നമുക്ക് കിട്ടി കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങളിനി ഈ ഒരു ഗുദാം ഏരിയയിൽ കൂടെയാണ് നമ്മളിനി വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിൽ പോകുന്നു, എന്തെങ്കിലും ചായ വല്ലതും കുടിക്കുന്നു, അടുത്ത പരിപാടി നോക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഞെക്കുക എന്നൊക്കെ ഞാൻ പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ വല്ലപ്പോഴും വീഡിയോ എടുത്തുള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.